രണ്ടുപേർ ഒന്നിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. എപ്പോഴും ഇതൊരു കാര്യം മാത്രമാണ്: വിധി. തൽക്ഷണ സന്തോഷം പോലെയാണ് എന്നാണ് ആളുകൾ പലപ്പോഴും വിശ്വസിക്കുന്നത്. രണ്ടുപേർ കണ്ടുമുട്ടുന്നതുപോലെ എല്ലാം ക്ലിക്ക് ചെയ്യുകയും ഒടുവിൽ ജീവിതം എളുപ്പമാവുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥ വിധി അങ്ങനെയല്ല വരുന്നത്. യഥാർത്ഥ വിധി ആദ്യം നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നു. കാരണം രണ്ടാളുകൾ യഥാർത്ഥത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളപ്പോൾ പ്രപഞ്ചം അവരെ പ്രണയത്തിലേക്ക് തള്ളിവിടുന്നില്ല. അതവരെ വേർപെടുത്തുന്നു. അവരുടെ മിഥ്യാധാരണകളെ തകർക്കുകയും അവരെ വ്യക്തിഗതമായി പുനർരൂപകൽപ്പന ചെയ്യുകയും ചെയ്യുന്നു. അതാണെപ്പോഴും സംഭവിക്കുന്നത്. വിധിക്കപ്പെട്ട സ്നേഹം ഐക്യത്തോടെ ആരംഭിക്കുന്നില്ല, അത് തിരിച്ചറിയലോടെ ആരംഭിക്കുന്നു. ഒരു വിധിക്കപ്പെട്ട ബന്ധത്തിന്റെ ആദ്യ അടയാളം സമാധാനമല്ല, അത് തിരിച്ചറിയലാണ്. നിങ്ങളൊരാളെ കണ്ടുമുട്ടുന്നു. നിങ്ങളുടെ മനസ്സിന് അത് വിശദീകരിക്കാൻ കഴിയുന്നതിനു മുമ്പ് നിങ്ങളുടെ ഉള്ളിലെ എന്തോ ഒന്ന് പ്രതികരിക്കുന്നു. നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നണമെന്നില്ല, നിങ്ങൾക്കുറപ്പില്ലെന്ന് തോന്നുന്നില്ല. പക്ഷേ നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന രീതിയിൽ നിങ്ങൾ കാണുന്നതായി തോന്നുന്നു. മിക്ക ആളുകളും പ്രണയം ശാന്തമായി തോന്നണമെന്ന് കരുതുന്നതിനാൽ അത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. പക്ഷേ വിധി പലപ്പോഴും അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. ആ വ്യക്തി നിങ്ങൾക്ക് തെറ്റ് ചെയ്തതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭാഗങ്ങൾ അവർ കാണുന്നതുകൊണ്ടാണ്. വിധിക്കപ്പെട്ട ആളുകൾ അപൂർവമായി മാത്രമേ ഒരുമിച്ച് നിൽക്കുന്നുള്ളൂ. രണ്ടാളുകൾ ഒരുമിച്ച് വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതമെല്ലായ്പ്പോഴും അവരെ നേരത്തെ വേർപിരിക്കും. ഈ വേർപിരിയൽ യാദൃച്ഛികമല്ല. ഒരാൾ ഇപ്പോഴും വൈകാരിക മുറിവുകൾ പേറുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. ഒരാൾ ദുർബലതയെ ഭയപ്പെടുന്നു, ഒരാൾ ആത്മാഭിമാനം പഠിച്ചിട്ടില്ല. ചിലപ്പോൾ രണ്ടുപേരും പൂർത്തിയാകാത്തവരും പൂർത്തിയാക്കപ്പെടാത്തവരുമാണ്, നല്ല ഉദ്ദേശത്തോടെ പോലും. അതിനാൽ വിധി ഇടപെടുന്നു. അത് പറയുന്നു, ഇതുവരെ ഇല്ല എന്ന്. ഇപ്പോൾ ഞാനത് നിങ്ങൾക്ക് അനുവദിച്ചാൽ നിങ്ങളിത് നശിപ്പിക്കും. വേർപിരിയലിന്റെ വേദന ഡിസൈനിന്റെ ഭാഗമാണ്. വിധിക്കപ്പെട്ട ആളുകൾ വേർപിരിയുമ്പോൾ വേദന വ്യത്യസ്തമായി അനുഭവപ്പെടുന്നു. ഇത് ഹൃദയാഘാതം മാത്രമല്ല, വഴിതെറ്റലാണ്. നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നില്ല. നിങ്ങളിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുന്നു. അത് കാരണം വിധിക്കപ്പെട്ട ബന്ധങ്ങൾ നിങ്ങളുടെ അഹങ്കാരവുമായി ബന്ധിപ്പിക്കുന്നില്ല, അവ നിങ്ങളുടെ വളർച്ചാപാതയുമായി ബന്ധിപ്പിക്കുന്നു. അവ നഷ്ടപ്പെടുന്നത് നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങളെ നേരിടാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഉപേക്ഷിക്കലിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഭയം, സാധൂകരണത്തിനുള്ള നിങ്ങളുടെ ആവശ്യം, സ്വയം ത്യാഗത്തിന്റെ ശീലം, വൈകാരിക ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള നിങ്ങളുടെ ഒഴിവാക്കൽ. ഈ വേദന നിങ്ങളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല, ഇത് നിങ്ങളെ ഉണർത്താൻ ഉദ്ദേശിച്ചുള്ളതാണ്. വിധിക്കപ്പെട്ട സ്നേഹം ആന്തരിക മാറ്റത്തിന് കാരണമാകുന്നു, നിശബ്ദതയിൽ പോലും. വേർപിരിയലിനു ശേഷവും സമ്പർക്കമില്ലാതെ പോലും. വിചിത്രമായ ഭാഗമിതാ: യുക്തി മുന്നോട്ടു പോകണമെന്ന് പറയുമ്പോഴും നിങ്ങൾ മാറുന്നു. നിങ്ങൾ കൂടുതൽ അവബോധമുള്ളവരും കൂടുതൽ തിരഞ്ഞെടുക്കുന്നവരും കൂടുതൽ വൈകാരികമായി സത്യംസന്ധരുമാകുന്നു. നിങ്ങൾ മുൻപ് സഹിച്ചിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തെറ്റാണെന്ന് തോന്നുന്നു. നിങ്ങൾ പിന്തുടരുന്ന ആളുകൾക്ക് ഇനി താൽപ്പര്യമില്ല. ശ്രദ്ധയ്ക്കു പകരം നിങ്ങൾ ആഴം കൊതിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എല്ലായ്പ്പോഴും ഈ വളർച്ചയെ അവരുമായി ബന്ധിപ്പിക്കുന്നില്ല. എന്നാൽ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച നിമിഷം മുതൽ അതാരംഭിച്ചു. നിങ്ങൾ ഭ്രാന്തനാകുന്നില്ല, നിങ്ങൾ ചിന്തിക്കുന്നു. വിധിക്കപ്പെട്ട ബന്ധങ്ങൾ ഭ്രാന്തി സൃഷ്ടിക്കുന്നില്ല, അവ പ്രതിഫലനം സൃഷ്ടിക്കുന്നു. സ്വയം വളർച്ചയുടെ നിമിഷങ്ങളിൽ, ശാന്തമായ രാത്രികളിൽ, വൈകാരിക മുന്നേറ്റങ്ങളിൽ നിങ്ങൾ അവയെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവ് പൂർത്തിയാകാത്ത പഠനങ്ങൾ തിരിച്ചറിയുന്നതിനാലാണ്. ഇത് അറ്റാച്ച്മെന്റ് അല്ല, ഇതാണ് സംയോജനം. എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു നിശ്ചിത ബന്ധത്തിന് പകരം വയ്ക്കാൻ കഴിയാത്തത്? നിരവധി ആളുകൾ ശ്രമിക്കുന്നു. അവർ മറ്റൊരാളുമായി ഡേറ്റ് ചെയ്യുന്നു. അവർ സ്വയം ശ്രദ്ധ തിരിക്കുന്നു. അവർ മുന്നോട്ടു പോയി എന്ന് നടിക്കുന്നു. പക്ഷേ എന്തോ ശൂന്യത അനുഭവപ്പെടുന്നു. പുതിയ വ്യക്തി നല്ലവനല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ആ ബന്ധം വളർച്ചയെ സജീവമാക്കാത്തതുകൊണ്ടാണ്. വിധിക്കപ്പെട്ട സ്നേഹം മറ്റുള്ളവരുമായി മത്സരിക്കുന്നില്ല. അത് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു തലത്തിലാണ് നിലനിൽക്കുന്നത്. ഇത് രസതന്ത്രത്തെക്കുറിച്ചല്ല, ഇത് പരിണാമത്തെക്കുറിച്ചാണ്. വിധി രണ്ടുപേരെയും വെവ്വേറെ പരീക്ഷിക്കുന്നു. വേർപിരിയുമ്പോൾ വിധി രണ്ട് വ്യക്തികളിലും പ്രവർത്തിക്കുന്നു. ഒരാൾ അതിരുകൾ പഠിക്കുന്നു, മറ്റൊരാൾ ഉത്തരവാദിത്തം പഠിക്കുന്നു. ഒരാൾ ആത്മാഭിമാനം പഠിക്കുന്നു, മറ്റൊരാൾ വൈകാരിക ധൈര്യം പഠിക്കുന്നു. ഒരാൾ പിന്തുടരുന്നതെങ്ങനെ നിർത്താമെന്ന് പഠിക്കുന്നു, മറ്റൊരാൾ ഓട്ടം എങ്ങനെ നിർത്താമെന്ന് പഠിക്കുന്നു. ആരും ഇതുവരെ പൂർണ്ണചിത്രം കാണുന്നില്ല. അത് മനഃപൂർവ്വമാണ്. പ്രപഞ്ചം ആദ്യം മിഥ്യാധാരണകളെ നീക്കം ചെയ്യുന്നു. വിധിക്കപ്പെട്ട ആളുകൾക്ക് വീണ്ടും ഒന്നിക്കാൻ കഴിയുന്നതിനു മുമ്പ് മിഥ്യാധാരണകൾ വീഴണം. പ്രണയം പോലുള്ള വ്യാമോഹങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടായിരിക്കരുത്. അവർ കരുതിയിരുന്നെങ്കിൽ അവർ ഒരിക്കലും ഉപേക്ഷിക്കില്ല. എനിക്ക് സ്നേഹം സമ്പാദിക്കണം, എന്നെ പൂർണ്ണമാക്കാൻ ഒരാളെ വേണം. ഈ വിശ്വാസങ്ങൾ യഥാർത്ഥ പ്രണയത്തെ നശിപ്പിക്കുന്നു.
അതിനാൽ വിധി അവയെ വേദനാജനകമായി പതുക്കെ സത്യസന്ധമായി ഇല്ലാതാക്കുന്നു. വിധിക്കപ്പെട്ട സ്നേഹം ആവശ്യത്തെക്കുറിച്ചല്ല, അത് തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ്. ഇതാ മാറ്റം. ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കവരെ ആവശ്യമില്ല. അപ്പോഴാണ് വിധി വീണ്ടും മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്നത്. കാരണം യഥാർത്ഥ സ്നേഹം ഒരു തിരഞ്ഞെടുപ്പാണ്, ഒരാശ്രയത്വമല്ല. രണ്ടുപേർക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുമ്പോഴാണ്. സ്നേഹം ഒരഭിജീവന ഉപകരണമല്ല, ഒരാഗ്രഹമായി മാറുമ്പോൾ. അപ്പോഴാണ് വിന്യാസം ആരംഭിക്കുന്നത്. അവർ മടങ്ങിയെത്തിയാൽ അവർ മാറിയവരായി മടങ്ങിവരും. വിധിക്കപ്പെട്ട ആളുകൾ വീണ്ടും ഒന്നിക്കുമ്പോൾ അത് വ്യത്യസ്തമായി അനുഭവപ്പെടുന്നു. ഉത്കണ്ഠ കുറവാണ്, ഭയമില്ല, അഹങ്കാരമില്ല, കൂടുതൽ സത്യസന്ധതയുണ്ട്. ബന്ധം കൂടുതൽ ശാന്തവും ആഴമേറിയതും വ്യക്തവുമാണ്. പൂർണ്ണമല്ല, പക്ഷേ ബോധമുള്ളതുമാണ്. കളികളില്ല, കൃത്രിമത്വമില്ല, അനിശ്ചിതത്വമില്ല. വീണ്ടും തിരിച്ചറിയൽ മാത്രമാണ്, പക്ഷേ ശക്തമാണ്. അവ തിരിച്ചു വന്നില്ലെങ്കിലും വിധി ഇപ്പോഴും യാഥാർത്ഥ്യമായിരുന്നു. ഈ ഭാഗം കഠിനമാണ്, പക്ഷേ അത്യാവശ്യമാണ്. എല്ലാ വിധിക്കപ്പെട്ട ബന്ധങ്ങളും എന്നേക്കുമായി നിലനിൽക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല. ചില തലമുറകളുടെ ആഘാതം തകർക്കാനും, സ്വയം സ്നേഹം പഠിപ്പിക്കാനും, വൈകാരിക ആഴമുണർത്താനും, നിങ്ങളുടെ ജീവിതപാത വഴിതിരിച്ചുവിടാനും ഉദ്ദേശിച്ചുള്ളതാണ്. അവ നിലനിൽക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല, അവ നിങ്ങളെ ഒരുക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അത് അവയെ അർത്ഥശൂന്യമാക്കുന്നില്ല, അത് അവയെ പവിത്രമാക്കുന്നു. ദയ തോന്നുന്നതിനു മുമ്പ് വിധി ക്രൂരമായി തോന്നുന്നത് എന്തുകൊണ്ട്? വിധി സുഖത്തെ സംരക്ഷിക്കുന്നില്ല, അത് സാധ്യതകളെ സംരക്ഷിക്കുന്നു. നിങ്ങളുടെ ആത്മാവിനെ തകർക്കാൻ അനുവദിക്കുന്നതിനു മുമ്പ് അത് നിങ്ങളുടെ ഹൃദയത്തെ തകർക്കും. അത് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്താൻ അനുവദിക്കുന്നതിനു മുമ്പ് അത് ആളുകളെ നീക്കം ചെയ്യും. കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പിന്നീട് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ. എപ്പോഴും സംഭവിക്കുന്ന ഒരേയൊരു കാര്യം, അത് അന്തിമസത്യം. രണ്ടാളുകൾ ഒന്നിച്ചു ജീവിക്കാൻ വിധിക്കപ്പെട്ടപ്പോൾ അവർ വെവ്വേറെ വളരാൻ നിർബന്ധിതരാകുന്നു. അവരിൽ നിന്ന് മിഥ്യാധാരണകൾ നീക്കം ചെയ്യപ്പെടുന്നു. അവർ സ്വയം അഭിമുഖീകരിക്കപ്പെടുന്നു. അവർ ആരോഗ്യകരമായ പതിപ്പുകളായി പുനർനിർമ്മിക്കപ്പെടുന്നു. അപ്പോൾ മാത്രമേ വിധി പുനഃസമാഗമമോ വഴിതിരിച്ചുവിടലോ തീരുമാനിക്കുകയുള്ളൂ. എന്നാൽ എന്തായാലും നിങ്ങൾ ഒരിക്കലും മാറ്റമില്ലാതെ തുടരില്ല. നിങ്ങളിത് വായിക്കുകയും ഒരാളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരതാമസമാക്കട്ടെ. അത് ഉദ്ദേശിച്ചതാണെങ്കിൽ അത് ഉത്കണ്ഠയോടെയല്ല, സമാധാനത്തോടെ തിരിച്ചുവരും. അത് വിധിക്കപ്പെട്ടതാണെങ്കിൽ അതിന് സ്വയം വഞ്ചന ആവശ്യമില്ല, സ്വയം വളർച്ച മാത്രമേ ആവശ്യമുള്ളൂ. അത് തിരികെ വന്നില്ലെങ്കിൽ നിങ്ങൾ ആരാകണമെന്നുദ്ദേശിച്ചതിലേക്ക് നിങ്ങളെ നയിച്ചു. ഈ വീഡിയോയിൽ നിങ്ങൾ മൂല്യം കണ്ടെത്തിയെങ്കിൽ ലൈക്ക് ചെയ്യാനും പങ്കുവയ്ക്കാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി.